Hello friends, Kunjoos Gallery ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ എല്ലാവരും സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് നമ്മൾ ഈ ഒരു മെഷീൻ മേലെ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു സിംഗറിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ മെഷീൻ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഓട്ടോമാറ്റിക് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മെഷീനിൽ എംബ്രോയിഡറി ചെയ്യുന്നത് പോസിബിൾ ആണോ അല്ലെങ്കിൽ പോസിബിൾ അല്ലയോ എന്നതാണ് ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ടും കാണുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ടും ഇതിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ വീഡിയോയിൽ ഞാൻ എങ്ങനെ ചെയ്തതെന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരാം. ഞാൻ ജസ്റ്റ് ഫ്രെയിം ഫസ്റ്റ് ഫാബ്രിക്കിലിടാണ്. ഞാൻ ഇച്ചിരി കുഴപ്പമില്ലാത്ത നോർമലായിട്ടുള്ളൊരു കോട്ടൺ അല്ല, ഇച്ചിരി കട്ടി കൂടിയ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. കട്ടി കൂടിയ ഫാബ്രിക് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാൻവാസ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഇച്ചിരി കട്ടിയുള്ള തുണിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ഞാൻ ഫസ്റ്റ് കെ എന്നിട്ടുള്ളൊരു ലെറ്റർ എങ്ങനെയാണ് എംബ്രോയിഡറി ചെയ്യാനാണ് നമ്മളിന്ന് ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്തെടുത്തൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ പ്രഷർ ഫുട്ട് വെച്ചിട്ടാണ് ആക്ച്വലി എംബ്രോയിഡറി ചെയ്യുമ്പോൾ നമ്മൾ പ്രഷർ ഫുട്ട് യൂസ് ചെയ്യില്ല. പക്ഷേ ഇവിടെ ലെറ്റർ സ്ട്രെയിറ്റ് ആണല്ലോ, അതായത് ലൈനുകളാണല്ലോ കെ എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കെ എന്നുള്ള ലെറ്റർ എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടി പ്രഷർ ഫുട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ തുടങ്ങിക്കൊണ്ടിരിക്കുന്നതിന് മുന്നായിട്ട് പറയാണ്, വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒന്ന് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യുക എല്ലാവരും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു റൗണ്ട് അടിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഇത്തിരി തിക്നെസ് കുറവാണെന്ന്. അപ്പോൾ ഞാൻ ചെയ്ത് വീണ്ടും കട്ടി കൂട്ടിയിട്ടിട്ട്, അതായത് നമ്പറുകൾ സ്റ്റിച്ചുകളുടെ ഡിസ്റ്റൻസ് കുറച്ചിട്ട് കുറച്ചുകൂടി അടുപ്പിച്ചിട്ട് കൊടുത്തു. അപ്പോൾ നല്ല കട്ടിയിൽ വന്നു. ലെറ്റേഴ്സൊക്കെ ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എംബ്രോയിഡറി മെഷീനിൽ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ പ്രഷർ ഫുട്ട്, അതായത് ഇന്ന് ലൈൻസ് ആയിട്ടുള്ള ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രഷർ ഫുട്ട് വെച്ചിട്ട് തന്നെ ചെയ്യാം. ഇപ്പോൾ യു അങ്ങനത്തെ കുറച്ചുകൂടി ജി അങ്ങനത്തെ ഒക്കെ ലെറ്റേഴ്സൊക്കെ ആകുമ്പോൾ ഒരു കർവിങ് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇത് ഈ ഒരു പ്രഷർ ഫുട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വളവ് കറക്റ്റായിട്ട് കിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ അങ്ങനത്തെ ലെറ്റേഴ്സിനൊക്കെ പ്രഷർ ഫുട്ട് ഊരിയിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇങ്ങനത്തെ ലൈൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രഷർ ഫുട്ട് വെച്ചിട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പോൾ ചില യൂണിഫോമും അതേപോലെ തന്നെ മെഡിക്കൽ യൂണിഫോംസിലൊക്കെ അങ്ങനത്തെ കുറേ ലെറ്റേഴ്സ് ഇപ്പോൾ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ പ്രഷർ ഫുട്ട് വെച്ച് ചെയ്യാന്ന് വെച്ചെങ്കിൽ ഏതൊരു എംബ്രോയിഡറി അറിയാത്ത ആൾക്കാർക്കായാലും ഇത് ചെയ്ത് നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഈ ഒരു മെഷീനിൽ നമുക്ക് എല്ലായിട്ടുള്ളൊരു ക്ലാമ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് സ്ക്രൂ ഡ്രൈവറാണ്. നമുക്ക് അത്യാവശ്യത്തിന് നെറ്റ് ബോൾട്ടൊക്കെ കഴിക്കാം. മെഷീൻ്റെ പ്രഷർ ഫുട്ട് റിമൂവ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഇനി നമുക്ക് ലീഫ് അങ്ങനത്തെ അതിനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഷർ ഫുട്ടിൻ്റെ ആവശ്യമില്ല. പ്രഷർ ഫുട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടില്ല. ഞാനിതിൽ ഏറ്റവും കട്ടി കൂടിയ ഒരു സ്റ്റിച്ചിലേക്കാണ് കൊണ്ടുവരുന്നത്. കട്ടി കുറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫിനിഷിങ് കുറയാണ്. 2-3 വട്ടമൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ നല്ല കട്ടിയുള്ള ഒരു ഡിസൈൻ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ നമ്പറും അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ വീണ്ടും ഫ്രെയിം വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്രെയിം ഉൾട്ടയാണ്. സാധാരണ എംബ്രോയിഡറി ചെയ്യുമ്പോൾ എല്ലാവരും ഇത് ബാക്ക് വശമാണ് വരുന്നത്. ഈ ഫ്രെയിമിൻ്റെ ബാക്ക് വശമായിട്ടാണ് വരിക. അപ്പോൾ നമ്മളിത് നല്ല പുറത്തേക്കാണ് ഫ്രെയിം തിരിച്ചിട്ടുണ്ടെന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക എല്ലാവരും. പിന്നെ ഈ മെഷീനിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന എംബ്രോയിഡറി ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നോർമൽ ത്രെഡ് യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. ഈ ഒരു എംബ്രോയിഡറി ത്രെഡ് യൂസ് ചെയ്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ചെറുതായിട്ടൊക്കെ നൂല് കട്ടാവുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യത്തിന് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഒരുവിധമൊക്കെ സ്റ്റിച്ച് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ലീഫൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 45 ഡിഗ്രി ആംഗിളിൽ നമ്മൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ എനിക്ക് മനസ്സിലായ കാര്യം ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് നോർമലി നമ്മൾ റഫായിട്ട് കുറേ അടിച്ചിങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും സ്റ്റിച്ച് എങ്ങനെയൊക്കെ, അതായത് സ്റ്റിച്ചിൻ്റെ ആംഗിളുകൾ മനസ്സിലാവും.
അപ്പോൾ ഇപ്പോൾ ഒരു എന്താ പറയുക, ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ള ആംഗിളിൽ നമുക്കൊരു 45 ഡിഗ്രി ആംഗിളിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമാണ് ഒരു ലീഫിൻ്റെ ഒരു ആംഗിൾ വരുള്ളൂ. അതേമാതിരി നമ്മളിങ്ങനെ കുറച്ച് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ ചെയ്ത് പഠിച്ചാൽ മാത്രമാണ്, നമുക്ക് പ്രാക്ടീസ് വന്നാൽ മാത്രമാണ് ഈ മെഷീൻ കൊണ്ട് നമുക്ക് എംബ്രോയിഡറി ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് ഇതുവരെയായിട്ട് മീൻസ് ഞാൻ സ്റ്റിച്ച് ചെയ്തതിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്. ഞാനിത് ആക്ച്വലി എൻ്റെ ഫസ്റ്റ് ട്രയലൊന്നല്ല, ഞാനിത് ഒരു 2-3 വട്ടമൊക്കെ കുറേ ഫാബ്രിക്കിൽ ഞാൻ അടിച്ചിട്ടാണ് എൻ്റെ ഇത്രയ്ക്ക് എത്തിയത്. ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ചിലപ്പോൾ ശരിയായെന്ന് വരാം. പക്ഷേ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ നോർമലി മെഷീൻ ഉപയോഗിക്കുമ്പോൾ, നോർമൽ സാധാരണ സ്വിങ്ങിങ് മെഷീൻ യൂസ് ചെയ്യുമ്പോഴായാലും നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അടിവര നമുക്ക് ലൈൻസൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളഞ്ഞിട്ടും പൊളഞ്ഞിട്ടൊക്കെ പോകും. അതുതന്നെ ഒരു 2-3 മാസമൊക്കെ സ്റ്റിൽ പ്രാക്ടീസ് ചെയ്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ഫിനിഷിങ്ങിൽ നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ എംബ്രോയിഡറിയുടെ കാര്യം. നമ്മളൊന്ന് ജസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷീനിലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് പ്രഷർ ഫൂട്ടൊന്നും നമുക്ക് വേണമെന്ന് തോന്നുന്നില്ല. ഇത് കുറച്ചുകൂടി പ്രാക്ടീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ ചെയ്യാൻ പറ്റും. ലീഫായാലും ഫ്ലവർ ആയാലും ചെയ്യാം. ഞാൻ ഫസ്റ്റ് ലീഫ് ചെയ്ത് കാണിച്ചു തരാൻ കാരണം, ഞാൻ ലീഫ് കുറേ ചെയ്ത് നോക്കി പ്രാക്ടീസ് ആയി. കാരണം എനിക്ക് ലീഫിന് ഇച്ചിരി കംഫർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലവർ ആയാലും ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലായാൽ മതി. കുറേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറേ സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഐഡിയാസ് വരും. എങ്ങനെ ആംഗിൾ മാറ്റണം, എത്ര ഡിഗ്രിയിലാണ് സ്റ്റിച്ചിങ്, ഇത് തിരിക്കുമ്പോഴാണ് ഈ ഒരു പെർഫെക്ഷൻ കിട്ടുന്നത്, എന്തോരം കട്ടി വേണം, പിന്നെ എന്തോരം സ്റ്റിച്ച് വലിപ്പം ചെയ്യണം, അതൊക്കെ മനസ്സിലാവുക അപ്പോഴാണ്. പിന്നെ ഈ ലീഫ് ചെയ്യാൻ എളുപ്പം എന്ന് പറയാൻ കാരണം, നമ്മൾ ഫസ്റ്റ് സൈഡിലേക്ക് 45 ഡിഗ്രി ആംഗിളിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ലീഫിൻ്റെ ഷേപ്പിലേക്ക് എത്തിക്കുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലവർ ആയാലും സർക്കിൾ ചെയ്യുന്നത് അങ്ങനെയാണ്. ഞാൻ സർക്കിളൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കി. ഈ ഒരു മെഷീനിൽ നമുക്കിങ്ങനെ ഒരു നാനാ ഷേപ്പിലുള്ള ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു എംബ്രോയിഡറി വരുന്നുണ്ട്. നമുക്ക് അത് ഉൾട്ടായിട്ടാണെന്നുണ്ടെങ്കിൽ രണ്ട് ടൈം സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൗണ്ടിൽ ഉള്ള ഒരു ഡിസൈൻ കിട്ടും. ഇപ്പം ഏകദേശം ഒരു 3 ലീഫ് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇത്തിരി പെർഫെക്ഷനൊക്കെ കുറവാണ്, കാരണം ഞാനും ഫസ്റ്റ് ഞാൻ ചെയ്ത് പഠിച്ചു വരുന്നുള്ളൂ. പ്രൊഫഷണലി എനിക്കിത് ചെയ്യാനൊന്നും അറിയത്തില്ല. നമ്മൾ അതിൻ്റെ മെഷീൻ്റെ ഒരു ആംഗിൾ അല്ലാന്നുണ്ടെങ്കിൽ മെഷീൻ എങ്ങനെയാണ് കയ്യിലൊരു വഴക്കം വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ലീഫായാലും അതേപോലെ ഏത് ഡിസൈൻ ആയാലും നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ നൂല് പൊട്ടൽ അങ്ങനെ അത്രയ്ക്കൊന്നും കാര്യമായിട്ട് നൂലൊന്നും പൊട്ടുന്നില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കനം കുറച്ചിട്ടുള്ളൊരു ബോർഡർ ചെയ്യാം. അതിനൊക്കെ ഇത് ഇങ്ങനെ ഒരു മെഷീൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ഇങ്ങനെ എംബ്രോയിഡറി ചെയ്യുന്നത് തന്നെ നമുക്ക് വേറെ എന്ത് ചെയ്യാം, ഈ ടോപ്പിൽ ആപ്ലിക് വർക്കൊക്കെ ചെയ്യാൻ ഇങ്ങനെ എംബ്രോയിഡറി ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മൾ വേറൊരു ഫാബ്രിക് വെച്ചിട്ട് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തതിന് കൊടുത്തതിന് ശേഷം ഫുൾ ഫില്ലിങ് ചെയ്യാൻ ഇങ്ങനെ ഫ്രെയിം ഇട്ട് ചെയ്യുന്നതാണ് എളുപ്പം വരുന്നത്. ആപ്ലിക് ചെയ്യുന്ന വീഡിയോ ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എംബ്രോയിഡറി എങ്ങനെയാണ് ആപ്ലിക് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ സാരീസിൻ്റെ എഡ്ജിലൊക്കെ ഇത് ചെയ്താൽ നന്നായിട്ടുണ്ടാവും. ഇപ്പോൾ ബോർഡർ ആയാലും അതേപോലെ തന്നെ പല്ലൂൽ ചെയ്യാം, പിന്നെ നമുക്ക് വേണമെങ്കിൽ ചെസ്റ്റിൻ്റെ പോർഷനിൽ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. നമുക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു മെഷീൻ വാങ്ങുന്നത് കൊണ്ടും കുഴപ്പമില്ല. നമുക്ക് നോർമൽ സ്റ്റിച്ച്, ഇൻ്റർലോക്ക്, ഓവർലോക്ക്, എംബ്രോയിഡറി കുറേ മൾട്ടി പർപ്പസ് ഉണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത് തന്നെയാണ്. എംബ്രോയിഡറി ചെയ്യാൻ പോസിബിളൊക്കെ തന്നെയാണ്. എന്നാലും ഞാൻ പറയുകയാണ്, ഫസ്റ്റ് ചെയ്യുന്നവർക്ക് എന്തായാലും ഞാൻ ചെയ്യുന്ന മാതിരി അത്രയ്ക്ക് പെർഫെക്ഷൻ ഒന്നും വരില്ല. കുറേ ചെയ്ത് പ്രാക്ടീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ മെഷീനിൽ എംബ്രോയിഡറി ചെയ്യാൻ പറ്റും.
അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു മെഷീനിൽ എംബ്രോയിഡറി ചെയ്ത് കൊള്ളായിട്ടുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടോ? അപ്പോൾ അവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് റെസ്പോണ്ട് ചെയ്യുക എല്ലാവരും ഒന്ന് ജസ്റ്റ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു പോർഷനിൽ ഞാനിപ്പോൾ ജസ്റ്റ് ലൈൻ മാറി അടിച്ചു പോവാണ്. അതായത് വെച്ചിങ്ങനെ ഓരോ ലെറ്റേഴ്സ് ആയാലും ഇങ്ങനെ കട്ടിയിലടിക്കാം. അതുപോലെ തന്നെ ഫ്ലവേഴ്സിൻ്റെ ബോർഡർ, വെറും ബോർഡറുകൾ മാത്രം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകുന്ന തരം ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്റ്റിച്ച് ചെയ്യാനും എളുപ്പമാണ്. നമുക്ക് ഒരു മെഷീൻ്റെ കൺട്രോൾ കയ്യിൽ കിട്ടിയാൽ മതി, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഞാനിപ്പോൾ 2 എതളാണ് ചെയ്തത്. നമുക്കൊരു എതൾ കൂടി ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു ഫുൾ ഫില്ലിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇതേ ഷേപ്പിൽ ഒരു 2-3 റൗണ്ടൊക്കെ ഇങ്ങനെ അടിക്ക് വരുന്ന രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു 3D എഫക്റ്റിൽ നമുക്ക് ഈ ഒരു ലീഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ നമുക്ക് നോർമലായിട്ടുള്ള എംബ്രോയിഡറി മെഷീൻ അല്ലെങ്കിൽ ഇൻ്റർലോക്ക് മെഷീൻ ആയാലും ഇതേ ഒരു എഫക്റ്റ് തന്നെയാണ് വരുന്നത്. അതിന് ഇത്തിരി സ്പീഡ് കൂടുതലാണ്. പിന്നെ നമുക്കത് മൂവ് ചെയ്യാൻ പറ്റില്ല, അതിലിട്ട സ്ഥലത്ത് തന്നെ ഇടണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമല്ല, ഈ ഒരു മെഷീൻ ആകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്യാം എന്നുള്ളൊരു നല്ലൊരു മെറിറ്റ് തന്നെയാണ്. പിന്നെ സ്റ്റിച്ചസ് ആയാലും കുഴപ്പമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഡിസൈനൊക്കെ വരയ്ക്കുമ്പോൾ പ്രാക്ടീസ് അല്ല എന്നുള്ളൊരു ഒറ്റ ഇത് കൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഒരു ഫിനിഷിങ് കുറയുന്നത്. കുറേ വട്ടം ഇങ്ങനെ അടിക്കലും അതേമാതിരി തന്നെ പ്രാക്ടീസും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ലീഫും അതേമാതിരി തന്നെ ഫ്ലവറും ഒക്കെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 1, 2, 3 വട്ടമൊക്കെയാണ് ഞാൻ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്തേക്കിട്ടുള്ളൂ. അപ്പോഴേക്കും എനിക്കൊരു സമാധാനം ഇല്ലാണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്, എങ്ങനെയുണ്ടെന്നുള്ളതൊരു റിവ്യൂ തരാൻ വേണ്ടിയിട്ട്. അടുത്തായിട്ട് നമുക്കൊരു ലീഫ് തന്നെ ചെയ്ത് നോക്കാം. ലീഫ് കുറച്ചുകൂടി തിക്കില്, ഇപ്പോൾ നമ്മൾക്ക് ജസ്റ്റ് ഒരു ലൈൻ മാതിരിയാണ് മറ്റേ ലീഫ് ആയാലും അതേപോലെ തന്നെ ബോർഡർ മാതിരിയാണ് ഫ്ലവർ ചെയ്ത്. ഇനി നമുക്കൊരു തിക്കായിട്ടുള്ള ലീഫ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. തിക്കായിട്ട് ലീഫ് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഫ്ലവറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. കുറച്ചുകൂടി ഇങ്ങനെ കട്ടി കൂട്ടി ആ ഒരു അടിച്ച ലൈനിൻ്റെ മേലെ കൂടെ തന്നെ 2-3 വട്ടം ലെയർ വൈസ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരണം. അപ്പോഴാണ് 3D എഫക്റ്റും അതേപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള ഫില്ലിങ് എഫക്റ്റ് കിട്ടുന്നത്. പിന്നെ ഒരിക്കലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൈൻ എന്ന് പറയുക സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തത്, അപ്പോൾ ഫില്ലിങ് ചെയ്യാൻ കുറേ ടൈം എടുക്കും. ഒരു 45 ഡിഗ്രി ആംഗിളിൽ എപ്പോഴും തിരിച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ, അപ്പോൾ വേഗം തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യുന്ന വശത്ത് മാത്രം ഇങ്ങനെ കട്ടി പിടിച്ച് നിൽക്കും, അപ്പോൾ അതൊക്കെ ഒരു അൺഫിനിഷിങ് ആവും. അപ്പോൾ അതിന് പകരം നമ്മൾ 45 ഡിഗ്രി ആംഗിളിൽ നല്ല കറക്റ്റായിട്ട് ഫില്ല് ചെയ്തെടുക്കാം. വേണ്ട 45 ഡിഗ്രി ആംഗിളിൽ പിടിച്ചപ്പോൾ ഞാനൊരു പാതി ലീഫ് ഫുൾ ഫില്ല് ചെയ്തു. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നോർമൽ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ഒരു ബോർഡറൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഞാൻ ഫ്രീ ഹാൻഡായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കാണാൻ പറ്റുന്നുണ്ടാവും, അത്യാവശ്യം നല്ല ഫില്ലിങ്ങിൽ തന്നെയാണ് നമ്മളൊരു ലീഫ് ഡിസൈൻ വരച്ചത്. ഇപ്പോൾ വരച്ചെങ്കിൽ ഇതേ തന്നെ ലീഫിൻ്റെ ഡിസൈനിന് പകരം സർക്കിൾ ഡിസൈനോ സ്ക്വയർ ഡിസൈനോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നെക്കിൻ്റെ ചുറ്റും ഒരു പൈപ്പിംഗ് ടൈപ്പിലൊരു ബോർഡർ വരയ്ക്കില്ല, അതേമാതിരിയൊക്കെ ചെയ്യാൻ അധികം പ്രാക്ടീസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് പുതിയ ഐഡിയാസ് നിങ്ങൾക്ക് അറിയുന്നത്, അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് എല്ലാവരും കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ജസ്റ്റ് കുറേ മിസ്റ്റേക്സൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ എൻ്റെ ഒരു അറിവ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമുക്ക് ഇങ്ങനെ പ്ലെയിൻ ടോപ്പൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെറിയ മോട്ടിഫുകൾ ക്രിയേറ്റ് ചെയ്യാൻ സെയിം അല്ലെങ്കിൽ ബോട്ടം ഇപ്പോൾ കോമ്പിനേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ മോട്ടിഫുകൾ ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് പറ്റും. ഇപ്പോൾ ലീഫോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലവറോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഈ ബീഡ് തുന്നി പിടിപ്പിക്കുന്നതിന് പകരം എംബ്രോയിഡറി ത്രെഡ് ഉപയോഗിച്ച് ഗോൾഡൻ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഇങ്ങനത്തെ മോട്ടിഫുകളൊക്കെ ചെയ്തെടുക്കാം. ഇങ്ങനെ മുളയുടെ ഡിസൈനുള്ള സിക്സാഗ് ആയിട്ടുള്ള ചെടികളും അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതിനൊന്നും അധികം പ്രാക്ടീസിൻ്റെ ആവശ്യമില്ല. ഈ നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള വട്ടത്തിനാണ്
എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ കർവായിട്ടുള്ള ഡിസൈൻസ് ചെയ്യാനാണ് കുറച്ചുകൂടി ടഫ്. ഇങ്ങനത്തെ ഒരു കോണുകളൊക്കെ വരുന്നതൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ആ ഒരു മെഷീൻ്റെ സ്റ്റിച്ച് പോണ ആ ഒരു ഡയറക്ഷൻ നമുക്ക് മനസ്സിലായാൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഡൗട്ട്സും അതേമാതിരി തന്നെ കുറേ സംശയങ്ങൾക്കൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന എക്സ്ട്രാ ഇതിനും കൂടുതൽ അറിയുന്ന കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. See you in another video. Bye.